M1 Sonic Electric toothbrush. Let's talk. So unbox ചെയ്യാം നമുക്ക്. Yeah. Okay. ഓക്കെ, അപ്പോൾ ഐറ്റം പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ടൈം ആണ് ആക്ച്വലി ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷിലേക്കുള്ള ട്രാൻസിഷൻ. എല്ലാവരും പറയും സാധാ ബ്രഷ് ആണ് ഏറ്റവും എഫക്റ്റീവ്, കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുമെങ്കിലും കുറെ റിവ്യൂസ് ഞാൻ കേട്ടു. വൺസ് വി സ്റ്റാർട്ട് യൂസിങ് എൻ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്, നമ്മൾ പഴയ കൺവെൻഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന സാധാ ബ്രഷ് ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ച് പോകത്തില്ല എന്നാണ് പറയുന്നത്. സോ ആ ഒരു സെഗ്മെന്റിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇലക്ട്രിക് ടൂത്ത് ബ്രഷിന്. അതിൽ രണ്ട് ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് ടൈപ്പും സോണിക് ടൈപ്പും. അതിൽ സോണിക് ടൈപ്പിൽ നല്ലൊരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ് ആക്ച്വലി റിയൽമി ഇറക്കിയേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ഇറ്റ്. ബ്ലൂ കളറാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. അത് ഇപ്പോൾ എടുക്കാൻ ഒരു കാരണമുണ്ട്, വേറെ ഒന്നല്ല. ഇത് ഇറങ്ങിയ സമയത്ത് ഇതിന് 2500 രൂപയായിരുന്നു. ഇപ്പോൾ ആമസോണിന്റെ ഓഫറിൽ ഞാനിത് 1400 രൂപക്കാണ് വാങ്ങിച്ചത്. സോ 1400 ബഗ്സിന് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ്. കൊള്ളാൻ സാധനം, പിടിക്കാനൊക്കെ നല്ല ഗ്രിപ്പും എല്ലാം സൂപ്പറാണ്. കണ്ട ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. ആൻഡ് ഇൻഫാക്ട് ഇതിന്റെ അൺബോക്സിങ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ഫോണൊക്കെ വന്ന രീതിയിലുള്ള ഒരു കേസ്, അങ്ങനത്തെ ഒരു ടൈപ്പ് അൺബോക്സിംഗ് ആണ് ഈ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷിന് നമുക്ക് കിട്ടിയ ഒരു ഫീല്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് വന്നിട്ടുള്ളത്, ഇതിന്റെ ഒരു വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വയർലെസ് ചാർജിങ് ആണ്. ഫോണിലെ വയർലെസ് ചാർജിങ് പോലെ തന്നെ ഇതിനൊരു വയർലെസ് ചാർജിങ് ടെക്നോളജി ഉണ്ട്. സോ ഇത് നമുക്ക് ഇതിന്റെ മെയിൻ സാധനം ഉണ്ട്. നമുക്ക് ഇതിന്റെ ബാക്കി ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സോ ഇതാണ് അതിൻ്റെ വയർലെസ് ചാർജർ. ഇതൊരു വാട്ടർ പ്രൂഫ് വയർലെസ് ചാർജറാണ് റിയൽമി ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. സെയിം കളറിലെ തന്നെ ചാർജറാണ്, വയർലെസ് ചാർജറാണ്. ആൻഡ് ഇതിന്റെ റേറ്റഡ് പവർ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ 3 വാട്ട്സിന്റെ ചാർജറാണ്. ഒരൊറ്റ ചാർജിന് 4 hours 4.5 hours പിടിക്കുമെങ്കിലും 90 ഡേയ്സിന്റെ റൺ ടൈം നമുക്ക് കിട്ടും. 90 ഡേയ്സ്. അതിന്റെ അർത്ഥം ഒരു വർഷത്തിൽ 4 പ്രാവശ്യം ചാർജ് ചെയ്താൽ മതി. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇതെന്തായാലും ടൂത്ത് ബ്രഷിന്റെ ഹെഡ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ ടൂത്ത് ബ്രഷ് 2 മാസം കൂടുമ്പോൾ മാറ്റണം പോലെ തന്നെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷിലും ഇത് നമുക്ക് മാറ്റേണ്ടി വരും. നമുക്കിത് ആക്ച്വലി ഞാനിതിൽ ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ 2 ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഹെഡാണ് നമുക്ക് തന്നേക്കുന്നത്. ഒരെണ്ണം സെൻസിറ്റീവും ഒരെണ്ണം റെഗുലർ ആയിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സെൻസിറ്റീവ് മാത്രമായിട്ട് മേടിക്കാം, റെഗുലർ മാത്രമായിട്ട് നമുക്ക് ബ്രഷ് ഹെഡ്സ് മേടിക്കാൻ പറ്റും. ഫിസിക്കലി കാണുമ്പോൾ രണ്ടും സെയിം അപ്പിയറൻസ് ആണെങ്കിലും ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അത് ഈ ബ്രഷ് ഹെഡ്സ് ഉപയോഗിക്കുമ്പോഴാണ് ആ വ്യത്യാസം അറിയാൻ പറ്റുന്നത്. ഇതിൽ കുറേ മോഡ്സുകളുണ്ട്. സോഫ്റ്റ് മോഡുണ്ട്, പിന്നെ വരുന്നത് ക്ലീൻ മോഡുണ്ട്, വൈറ്റ് മോഡുണ്ട്, പോളിഷ് മോഡുണ്ട്. അത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്ലോസ് ആവും. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു രണ്ടും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ ദിവസം ബ്രഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വയർലെസ് ചാർജർ നമുക്ക് ആക്ച്വലി ഒരു സ്റ്റാൻഡ് പോലെ അങ്ങോട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്നേക്കും. സോ അതായത് ചാർജ് ചെയ്യേണ്ട സമയത്ത് ചാർജും ചെയ്യാം. ഇതൊരു എസ്തെറ്റിക് ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് റിയൽമി എല്ലാ ഡിസൈനിൽ നന്നായിട്ട് വരുത്തിയിട്ടുണ്ട്. കാണാനും ഭംഗിയാണ്, ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു റിജിഡിറ്റി എല്ലാം നല്ല രസമുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വേറെ നല്ലതൊരു ക്യാപ്പ് പോലെ തന്നിട്ടുണ്ട്. ഇത് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ബ്രഷ് ഹെഡ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതും എനിക്ക് തോന്നുന്നു ഓക്കെ, ഇതിപ്പോൾ ഫിക്സ് ആയിട്ടുണ്ട്. ഇതൊരു സോണിക് ടൈപ്പ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ്. വേറെ ഒന്നല്ല, ഒരു വൈബ്രേഷൻസ് ആണ് നമ്മൾ ആക്ച്വലി പല്ലിൽ ക്ലീനിങ് ആക്ഷൻസ് വരുത്തുന്നത്. ഇത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകത്തില്ല, പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് എത്രയൊക്കെ വൈബ്രേഷൻസ് ഉണ്ട്. ഇത് നല്ല വൈബ്രേഷൻസ് ഉണ്ട്. ഇത് ബ്രഷ് ചെയ്ത് നോക്കുമ്പോഴേ അതിന്റെ വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു എഫിഷ്യൻസി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് കമ്പനി കൊടുക്കുന്നത് 1 year സർവീസ് വാറന്റി ആണ്. ഇനി നമുക്കിത് ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ബ്രഷ് ആൻഡ് റിവ്യൂ ദിസ്. ഇക്ലിയാണ്. ആക്ച്വലി ഭയങ്കര അമർത്തി വെക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്കിളി വന്നെന്നുള്ള ഫീല് വന്നത്. ആക്ച്വലി ഇത് വളരെ പതുക്കെ ലൈറ്റ് ആയിട്ട് നിങ്ങൾ അതൊക്കെ വെച്ചെടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ, ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചതിൻ്റെ. എന്തായാലും എനിക്ക് പ്രൊഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലീനിങ് ആക്ഷൻ നന്നായിട്ടുണ്ട്. യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീല് വെച്ചിട്ട് നമുക്ക് ഈ ഡിസൈനും ഈ ഒരു ഗ്രിപ്പിനും എല്ലാത്തിനും കൂടി നമുക്കൊരു 9 out of 10 നമുക്ക് കൊടുക്കാം അതിന്റെ റേറ്റിംഗ്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ബൈ.